പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്ലാസ് 5 ഹിന്ദിയിലെ ചാപ്റ്റർ 5 സുന്ദരിയാണ്. ജൈനേന്ദ്രകുമാർ എഴുതിയ ഒരു പശുവിൻ്റെ കഥയാണ് സുന്ദരിയ. ഹരിയാനയിൽ ഒരു ദരിദ്രനായ കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹീരാ സിംഗ് എന്നായിരുന്നു. ഹീരാ സിംഗിൻ്റെ നല്ല ആരോഗ്യമുള്ള തടിച്ചു കൊഴുത്ത പശുവായിരുന്നു സുന്ദരിയ. പേരുപോലെ തന്നെ സുന്ദരിയായിരുന്നു സുന്ദരിയ. ഈ കഥ ഹരിയാനയിലെ ഗ്രാമീണ ജീവിതത്തെയും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തെയും കുറിച്ചുള്ളതാണ്. ഹരിയാന കെ കിസി ഗാവ് മേ ഹീരാ സിംഗ് നാമക് ഏക് കിസാൻ ത. ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ ഹീരാ സിംഗ് എന്നു പേരുള്ള, നാമക് എന്ന് പറഞ്ഞാൽ നാംക, ഹീരാ സിംഗ് എന്നു പേരുള്ള ഒരു കർഷകൻ ഉണ്ടായിരുന്നു. കിസാൻ, കർഷകൻ. उसकी समझ में यह नहीं आता था कि वह अपने बीवी बच्चों और अपनी प्यारी गाय सुंदरिया की परवरिश कैसे करे. परवरिഷ് എന്ന് പറഞ്ഞാൽ പാലൻ പോഷൺ, അതായത് അതിനെ വളർത്തുക, അവരെ സംരക്ഷണം. ഹീരാ സിംഗ് ഉസ്കി സമജ് മേ യഹ് നഹി ആതാ താ, അദ്ദേഹത്തിന് ഇത് മനസ്സിലാകുന്നില്ലായിരുന്നു. कि वह अपने बीवी बच्चों को, അദ്ദേഹം തൻ്റെ ബീവി ബച്ചോങ്കോ, ഭാര്യയെയും മക്കളെയും, ഓർ അപ്പനി പ്യാരി ഗായ്, തൻ്റെ പ്രിയപ്പെട്ട പശുവായ സുന്ദരിയെയും, കേസെ പർവരിഷ് കരെ, അവരെ എങ്ങനെയാണ് പോറ്റി വളർത്തുക. സുന്ദരിയ ഗായ് ഡീൽ ഡൗൾ മേ കാഫി ബഡി തി. സുന്ദരിയ എന്ന പശു ഡീൽ ഡൗൾ മേ, ഡീൽ ഡൗൾ എന്ന് പറഞ്ഞാൽ തന്തുരസ്ത്, അതായത് നല്ല ആരോഗ്യമുള്ള, നല്ല ഹൈറ്റ്, ഉയരമൊക്കെയുള്ള, നല്ല തടിച്ചു കൊഴുത്ത പശുവായിരുന്നു. കാഫി ബഡീത്തി, വളരെ വലിയൊരു പശുവായിരുന്നു. ഉസേ ദേഖ്കർ ലോഗോങ്കോ ഈർഷ്യ ഹോത്തീത്തി, ആ പശുവിനെ കണ്ടാൽ ആളുകൾക്ക് അസൂയ തോന്നുമായിരുന്നു. ഈർഷ്യ എന്ന് പറഞ്ഞാൽ അസൂയ. ഗരീബി കെ കാരൺ ഹീരാ സിംഗ് ഗായ് കാ ചാരാ ബി നഹി ജുട്ടാ പാത്താ താ. ഗരീബി കെ കാരൺ, ദാരിദ്ര്യം കാരണം ഹീരാ സിംഗിന് പശുവിനുള്ള ചാര, അതായത് കാലിത്തീറ്റ അല്ലെങ്കിൽ വൈക്കോൽ, അതുപോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നില്ല. കാലിത്തീറ്റ പോലും ശേഖരിക്കാൻ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. ഖാനെ പീനേക്ക് കമി ഹോനെ ലഗി തോ ഹീരാ സിംഗിനെ സോച്ച. ഖാനെ പീനേക്ക് കമി, അതായത് ഭക്ഷണ സാധനങ്ങളുടെ കുറവ് അനുഭവപ്പെട്ടപ്പോൾ ഹീരാ സിംഗ് ചിന്തിച്ചു, മേ സുന്ദരിയാക്കോ ബേച്ച് തൂ, ഞാൻ സുന്ദരിയെ വിറ്റാലോ, പശുവിനെ വിറ്റാലോ. पर उसका बड़ा लड़का ജവാഹർ സിംഗ് സുന്ദരിയാക്കോ മോസി കഹാ കർത്താ താ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ജവാഹർ സിംഗ് സുന്ദരിയെ മോസി എന്നായിരുന്നു വിളിച്ചിരുന്നത്. മോസി എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരി, അതായത് ഇളയമ്മ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇസ്ലിയെ വ ഉസേ ബേജനെ സെ ഡർത്താ താ. അതുകൊണ്ട് അദ്ദേഹം പശുവിനെ വിൽക്കുന്നതിൽ പേടിച്ചിരുന്നു, വിൽക്കാൻ തോന്നിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് അത്രയ്ക്കും പ്രിയപ്പെട്ട പശുവായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും ആ വീട്ടിലെ ഒരു അംഗം പോലെയായിരുന്നു സുന്ദരിയ. എല്ലാവർക്കും പ്രിയപ്പെട്ട നല്ല ആരോഗ്യമുള്ള ഒരു പശുവായിരുന്നു സുന്ദരിയ. പക്ഷേ ഹീരാ സിംഗിന് ഭാര്യയെയും മക്കളെയും അതേപോലെ ഈ പശുവിനെയും ഒക്കെ പോറ്റി വളർത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ദരിദ്രനായിരുന്നു ഹീരാ സിംഗ്. നൗക്കരി കി തലാഷ് മേ വഹ് ദില്ലി ചലാ ആയ. നൗക്കരി കി തലാഷ് മേ, ജോലി അന്വേഷിച്ചുകൊണ്ട്, തലാഷ് എന്ന് പറഞ്ഞാൽ തിരയുക അല്ലെങ്കിൽ അന്വേഷിക്കുക. ജോലി അന്വേഷിച്ചുകൊണ്ട് ഹീരാ സിംഗ് ദില്ലിയിലേക്ക് പുറപ്പെട്ടു, ദില്ലിയിൽ എത്തി. വഹാ ഉസേ ഏക് സേഠ് കെ യഹാ ചൗക്കിദാർ കി നോക്കരി മിൽ ഗയി. അവിടെ അദ്ദേഹത്തിന് ഒരു സേഠിൻ്റെ, അതായത് ഒരു പണക്കാരൻ്റെ വീട്ടിൽ ചൗക്കിദാറായിട്ട്, അതായത് ഒരു കാവൽക്കാരനായിട്ട്, വാച്ച്മാനായിട്ട് ജോലി കിട്ടി. ഏക് രോസ് സേഠ് നെ ഹീരാ സിംഗ് സെ കഹ. ഒരു ദിവസം ഈ സേഠ് ഹീരാ സിംഗിനോട് പറഞ്ഞു, തും തോ ഹരിയാന കെ രഹനെ വാലെ ഹോ, നീ ഹരിയാനയിലെ താമസക്കാരനല്ലേ, നീ ഹരിയാനയിലെ ആളല്ലേ. വഹാക്കി ഗായെ അച്ചി ഹോത്തി ഹെ, അവിടുത്തെ പശുക്കളൊക്കെ നല്ലതാണ്, നല്ല ആരോഗ്യമുള്ള, നല്ല പാൽ തരുന്ന നല്ല പശുക്കളാണ് അവിടുത്തേത്. ഏക് ഗായ് കാ ബന്ദോബസ്ത് കർദോ, ഒരു പശുവിനെ ഏർപ്പാടാക്കൂ. ബന്ദോബസ്ത് കർദോ എന്ന് പറഞ്ഞാൽ ഏർപ്പാടാക്കൂ, അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യൂ, എനിക്കൊരു പശുവിനെ വേണം എന്ന് അദ്ദേഹം ഈ സേട്ട് ഹീരാ സിംഗിനോട് പറഞ്ഞു. ഹീരാ സിംഗ് സുന്ദരിയാക്കി ബാത്ത് സോച്ചനെ ലഗ.
അപ്പോൾ ഇത് കേട്ടപ്പോൾ ഹീരാ സിംഗ് സുന്ദരിയെക്കുറിച്ച് ഓർത്തു. ഉസ്നെ കഹ ഏക് ഹേ മേരി നിഗാഹ് മേ, എൻ്റെ നോട്ടത്തിൽ ഒന്നുണ്ട്. എൻ്റെ നോട്ടത്തിൽ, നിഗാഹ് എന്ന് പറഞ്ഞാൽ ദൃഷ്ടി അല്ലെങ്കിൽ നോട്ടം, എൻ്റെ നോട്ടത്തിലൊരു പശു ഉണ്ട്. സേഠിനെ കഹ കേസി ഗായ് ഹേ, സേഠ് പറഞ്ഞു എങ്ങനെയുള്ള പശുവാണ്? ഹീരാ സിംഗ് ബോല ഗായ് തോ ഏസി ഹേ കി ദൂത് ദേനെ മേ കാംധേനു. ഹീരാ സിംഗ് പറഞ്ഞു പശു അങ്ങനെയുള്ളതാണ്, പാലു തരുന്നതിൽ കാംധേനുവാണ്. കാംധേനു എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന സ്വർഗത്തിലെ പശു, അതാണ് കാംധേനു. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന പശു. അപ്പോൾ അത്രയ്ക്ക് പാല് ലഭിക്കും എന്നാണ് പറഞ്ഞത്. 15 സേർ ദൂത് ഉസ്കെ തലേ ഉത്തരത്താ ഹെ, 15 സേർ ദൂത് പാല് ഉസ്കെ തലേ ഉത്തരത്താ ഹെ, അത്രയ്ക്ക് പാല് ലഭിക്കും, പാല് കറന്നാൽ അത്രയ്ക്ക് ലഭിക്കുമെന്ന് പറയുന്നു. അപ്പോൾ 15 സേർ എന്ന് പറഞ്ഞാൽ, ഒരു സേർ എന്ന് പറഞ്ഞാൽ ഏകദേശം 933 ഗ്രാമാണ്, അതായത് 1 കിലോഗ്രാമിൽ കുറച്ച് കുറവ്. അതേപോലെ 15 സേർ എന്ന് പറയുമ്പോൾ 13-14 കിലോഗ്രാമിൻ്റെ ഇടയിലായിട്ട് വരും. അത്രയ്ക്ക് പാല് ലഭിക്കും എന്ന് പറഞ്ഞു. ഉസ്കെ 200 രൂപ തക് ലഗ് ചുക്കേ ഹെ, 200 രൂപയോളം വേണം ആ പശുവിന് എന്ന് പറഞ്ഞു. സേട്ട് ബോല ചലോ 5 ഹം ജ്യാദാ ദേ ദേങ്കെ. അപ്പോൾ സേട്ട് പറഞ്ഞു 5 രൂപ ഞാൻ കൂടുതൽ തരാം, 200 അല്ല, 200 രൂപയല്ല, 5 രൂപ കൂടെ കൂടുതൽ തരാം. हीरा सिंह ने तब साफ साफ ही कह दिया, सेठ जी सच ये है कि वह गाय अपनी ही है. അപ്പോൾ ഹീരാ സിംഗ് സാഫ് ഹി കഹ ദിയ, കൃത്യം പോലെ തന്നെ സത്യമായിട്ട് തന്നെ പറഞ്ഞു. സേഠ് ജി സച്ച് യേ ഹെ, സത്യം ഇതാണ്. വ ഗായ് അപ്നി ഹി ഹെ, ഈ പശു നമ്മുടേത് തന്നെയാണ്. സേഠ് ജീനെ ഖുഷ് ഹോക്കർ കഹ, സേഠ് ജി സന്തോഷത്തോടു കൂടി പറഞ്ഞു. തബ് തോ അച്ഛി ബാത് ഹെ, അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണ്. തുമാരെ ലിയെ ജേസേ ദോസോ വേസേ ദോസോ 5, നിനക്ക് 200 രൂപ തരുന്നതും 205 രൂപ തരുന്നതുമൊക്കെ കണക്ക് തന്നെ, ഒരുപോലെ തന്നെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. ഹീരാ സിംഗ് ലാജ് സെ ഗഡ് ഗയാക്കി വ കേസെ ബത്തായ കി സുന്ദരിയ ഉസ്കെ പരിവാർ കാ അംഗ് ഹെ. അപ്പോൾ ഹീരാ സിംഗിന് ലജ്ജ തോന്നി. ലാജ് സെ ഗഡ് ഗയ എന്ന് പറഞ്ഞാൽ ഷർമിന്ദ ഹോ ഗയ. അപ്പോൾ ഹീരാ സിംഗിന് ലജ്ജ തോന്നി. അദ്ദേഹം എങ്ങനെ വിചാരിച്ചു, കേസെ ബത്തായ കി സുന്ദരിയ, എങ്ങനെയാണ് ഞാൻ പറയുക സുന്ദരിയ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് എന്ന് ഞാൻ എങ്ങനെ പറയും? पर उसने सोचा कि सेठ के यहाँ रहकर गाय तो उसकी आँखों के आगे रहेगी. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, സേഠ് കെ യഹാ രഹക്കർ, സേഠിൻ്റെ ഇവിടെ താമസിച്ചാൽ ഇവിടെ ജോലിയാണല്ലോ, ചൗക്കീദാറായിട്ട് ജോലിയാണ്, കാവൽക്കാരനായിട്ട് ജോലിയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ താമസിക്കുമ്പോൾ എൻ്റെ കൺമുന്നിൽ തന്നെ ഈ പശുവും ഉണ്ടാകും, സുന്ദരിയെയും ഉണ്ടാകും. ആഗോങ്കെ ആകെ രഹേഗി, എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും. सेठ 100 रुपये मंगाकर उसी वक्त हीरा सिंह को धमा दिए. അപ്പോൾ സേട്ട് എന്ത് ചെയ്തു? 100 രൂപ കൊണ്ടുവരിപ്പിച്ചു. എന്നിട്ട് ആ സമയം തന്നെ ഹീരാ സിംഗിന് അങ്ങ് കൊടുത്തു. ധമാദി, അതായത് കയ്യിലങ്ങ് ഏൽപ്പിച്ചു. മങ്കാക്കർ എന്ന് പറഞ്ഞാൽ വരുത്തിച്ചിട്ട്, 100 രൂപയെ മങ്കാക്കർ 100 രൂപ വരുത്തിച്ചിട്ട് ഹീരാ സിംഗ് കോ ധമാദിയെ, ഹീരാ സിംഗിന് അങ്ങ് ഏൽപ്പിച്ചു. कहा देखो हीरा सिंह आज ही चले जाओ, कब तक वापस आ जाओगे? നോക്കൂ ഹീരാ സിംഗ്, ഇന്ന് തന്നെ പോയിക്കോളൂ. എപ്പോഴാണ് തിരിച്ചു വരിക? എപ്പോഴാണ് നീ തിരിച്ചു വരിക? ഹീരാ സിംഗിനെ കഹ 5 दिन तो लगेंगे ही. അപ്പോൾ ഹീരാ സിംഗ് പറഞ്ഞു 5 ദിവസം എന്തായാലും ആവും. സേഠ് ജീനെ കഹ പർ ജ്യാദാ ദിൻ മത് ലഗാന, പക്ഷേ കൂടുതൽ ദിവസം എടുക്കരുത്. സേഠ്ജി പറഞ്ഞു കൂടുതൽ ദിവസം നീ എടുക്കരുത്. ഹീരാ സിംഗ് ഉസി രോജ് ഗായലേനെ ചലാഗയ. ഹീരാ സിംഗ് ആ ദിവസം തന്നെ പശുവിനെ കൊണ്ടുവരാനായിട്ട് പോയി. ജേസെ തേസെ ജവാഹർ സിംഗ് കോ സംജാ ബുജാക്കർ വഹ് ഗായ് ലേ ആയ. എങ്ങനെയൊക്കെയോ ജവാഹർ സിംഗിനെ, അതായത് അദ്ദേഹത്തിൻ്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്, സംജാ ബുജാക്കർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പശുവിനെ കൊണ്ടുവന്നു. ഗായ് ദേഖക്കർ സേഠ് ബഹുത് ഖുഷ് ഹുവേ. പശുവിനെ കണ്ടപ്പോൾ സേഠിന് വളരെയധികം സന്തോഷമായി. സച്മുച്ച് വേസി സുന്ദർ സ്വസ്ഥ ഗായ് ഉനോനെ അബ് തക് ന ദേഖി തി. സത്യത്തിൽ അത്രയും ഭംഗിയുള്ള നല്ല ആരോഗ്യമുള്ള പശുവിനെ അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഹീരാ സിംഗിനെ ഖുദ് ഉസേ സാനി പാനി ദിയ. ഹീരാ സിംഗ്
സ്വയം തന്നെ പശുവിന് അതിൻ്റെ തീറ്റയും വെള്ളവുമൊക്കെ കൊടുത്തു, കാലിത്തീറ്റയും വെള്ളവുമൊക്കെ കൊടുത്തു. സെഹലായ, അതിനെ തലോടി. അവർ അപ്പനെ ഹാത്തോ സെ ദുഹ, എന്നിട്ട് തൻ്റെ കൈകൊണ്ട് തന്നെ പാല് കറന്നു. ദുഹ, ദുഹ എന്ന് പറഞ്ഞാൽ ദൂത് നിക്കാല, അതായത് പാല് കറന്നു. ദൂത് 15 സേർ സെ കുച്ച് ഊപ്പർ ഹി ബൈറ്റ, അപ്പോൾ പാല് 15 സേറിനേക്കാളും കൂടുതൽ തന്നെ കിട്ടി. सेठ जी ने 100 के ऊपर 7 रुपये उसे और दे दिए. സേഠ് ജി എന്ത് ചെയ്തു? 100 രൂപ അത് കൂടാതെ 7 രൂപ കൂടെ ഓർ ദേ ദിയ, 7 രൂപ കൂടെ വീണ്ടും കൊടുത്തു. 100 रुपये വഹ് പെഹ്ലെ ഹി ലേ ചുക്കാത്ത, 100 രൂപ ആദ്യമേ അദ്ദേഹം വാങ്ങിയിരുന്നു. ഗോസിക്കോ ബുലാകർ സേഠ് ജീനെ ഗായ് ഉസ്കെ സിപ്പുർദ് കർദി, ഗോസിയെ വിളിച്ചിട്ട് സേഠ് എന്ത് ചെയ്തു? പശുവിനെ അദ്ദേഹത്തിൻ്റെ സിപ്പുർദ് കർദി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങ് ഏൽപ്പിച്ചു. ഗോസി എന്ന് പറഞ്ഞാൽ അവിടെ പശുവിനെ നോക്കുന്ന ആൾ. ഒരു ജാതിയിലെ ഒരു പേരാണ് ഗോസി എന്ന് പറയുന്നത്, പശുവിനെ നോക്കുന്ന ആൾ. അദ്ദേഹത്തെ വിളിച്ചിട്ട് സേഠ് ജി എന്ത് ചെയ്തു? പശുവിനെ അങ്ങ് ഏൽപ്പിച്ചു, നോക്കാനായിട്ട് ഏൽപ്പിച്ചു. സിപ്പുർദ് കർണ എന്ന് പറഞ്ഞാൽ സോമ്പ് ദേന, അതായത് ഏൽപ്പിക്കുക. रुपये तो ले लिए लेकिन हीरा सिंह का जी भरा जा रहा था, പൈസയൊക്കെ വാങ്ങിച്ചു, പക്ഷേ ഹീരാ സിംഗിൻ്റെ മനസ്സങ്ങ് പിടയുകയായിരുന്നു, മനസ്സങ്ങ് വിങ്ങുകയായിരുന്നു. കാരണം തൻ്റെ പശുവിനെ താൻ അത്രയധികം സ്നേഹിക്കുന്ന പശുവിനെ മറ്റൊരാൾക്ക് കൈമാറിയല്ലോ. ജബ് ഗോസി ഗായ് കോ ലേ ജാനെ ലഗാ തബ് ഗായ് ഉസ്കെ സാത്ത് ജാനാ ഹി നഹീ ചാഹത്തി തി. ജബ് ഗോസി ഗായ് കോ ലേ ജാനെ ലഗാ, ഗോസി പശുവിനെ കൊണ്ടുപോകാനായി തുടങ്ങിയപ്പോൾ തബ് ഗായ്, അപ്പോൾ പശു എന്താ ചെയ്തത്? ഉസ്കെ സാത്ത് ജാനാ ഹി നഹീ ചാഹത്തി തി, അദ്ദേഹത്തോടൊപ്പം പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല, ആ പശുവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഹീരാ സിംഗ് ബോല ഗായ്ക്ക് നോക്കരി പർ മുझे ലഗാ ദീജിയെ, ഹീരാ സിംഗ് പറഞ്ഞു പശുവിൻ്റെ ആ ജോലി, പശുവിനെ നോക്കുന്ന ജോലിയിൽ എന്നെ ആക്കിക്കോളൂ. ചാഹേ തനുക്വ കാം കർ ദീജിയെ, നിങ്ങൾ ശമ്പളം കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചോളൂ. തനുക്വ എന്ന് പറഞ്ഞാൽ ശമ്പളം കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചോളൂ. സേഠ് ജീനെ കഹ, സേഠ് ജി പറഞ്ഞു ഹീരാ സിംഗ് തുമാരെ ജേസ ഈമാൻദാർ ചൗക്കിദാർ ഹമേ ദൂസര കഹാ മിലേഗ, നിങ്ങളെപ്പോലെ ഈമാൻദാറായിട്ടുള്ള, നല്ല ഈമാൻദാറായിട്ടുള്ള ഒരു ചൗക്കിദാർ, സത്യസന്ധനായിട്ടുള്ള ഒരു കാവൽക്കാരനെ എനിക്ക് വേറെ എവിടെയാണ് ലഭിക്കുക? തനിക്കാത്ത തുമാരി ഹം 1 रुपया ഓർ ബി ബടാ സക്തേ ഹെ, നിൻ്റെ ശമ്പളം ഞാൻ 1 രൂപ ഇനിയും കൂട്ടാം. പർ തുംകോ ടോഡി പർ ഹി രഹന ഹോഗ, പക്ഷേ നീ ടോഡി പർ, അതായത് മെയിൻ ഗേറ്റിൽ പൂമുഖത്ത് തന്നെ നീ നിൽക്കണം, നീ കാവൽക്കാരനായിട്ട് തന്നെ നിൽക്കണം. ശമ്പളം ഞാൻ നിനക്ക് 1 രൂപ കൂടെ കൂട്ടിത്തരാം, നിന്നെപ്പോലെ ഒരു സത്യസന്ധനായ ഒരു കാവൽക്കാരനെ എനിക്ക് വേറെ ലഭിക്കില്ല. ടോഡി എന്ന് പറഞ്ഞാൽ പൂമുഖം, വീടിൻ്റെ പ്രധാന വാതിൽ. ഹീരാ സിംഗ് ക്യാ കഹത്ത ഉസ്നെ ഗായ്ക്കോ പുച്ച്കാർ കർ കഹ, അപ്പോൾ ഹീരാ സിംഗ് എന്ത് പറയാനാ? അവനെന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? ഗായ്ക്കോ പുച്ച്കാർ കർ, പശുവിനെ ഇങ്ങനെ തലോടിക്കൊണ്ട് സ്നേഹിച്ചുകൊണ്ട്, അത്രയ്ക്ക് അതായത് ഓമനിപ്പിച്ചുകൊണ്ട്, സുന്ദരിയ ജാവോ ജാവോ, സുന്ദരിയ പോയിക്കോളൂ എന്നിങ്ങനെ പറഞ്ഞു. പുച്ച്കാരന എന്ന് പറഞ്ഞാൽ ചെറിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ലാളിക്കുക. ഗായനെ ഉസ്കി ഓർ തേക്ക, പശു ഹീരാ സിംഗിനെ ഇങ്ങനെ നോക്കി. ജैसे पूछना चाहती थी क्या सचमुच ही इसके साथ चली जाऊँ, ഗായ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന പോലെയാണ് നോക്കിയത്. ക്യാ സച്മുച്ച് ഹി ഇസ്കെ സാത്ത് ചലി ജാവോ, ഞാൻ സത്യത്തിൽ ഇദ്ദേഹത്തോടൊപ്പം പോകണോ എന്ന് ചോദിക്കുന്ന രീതിയിലാണ് ഗായ്, ഈ സുന്ദരിയ ഹീരാ സിംഗിനെ നോക്കിയത്. ഹീരാ സിംഗ് ने उसे धपधपाया तो वह गोसी के पीछे पीछे चली गई. അപ്പോൾ ഹീരാ സിംഗ് എന്ത് ചെയ്തു? പശുവിനെ ഒന്നിങ്ങനെ പുറത്തിങ്ങനെ തലോടി, കൈകൊണ്ട് തലോടിയപ്പോൾ പശു എന്ത് ചെയ്തു? ഗോസിക്ക് പീച്ചെ പീച്ചെ ചലി ഗയി, ഗോസിയുടെ പുറകെ അങ്ങനെ പോയി. ഹീരാ സിംഗ് ഏക് ടക്ക് ദേഖ്താ രഹ, ഹീരാ സിംഗ് കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിന്നു. ഏക് ടക്ക് എന്ന് പറഞ്ഞാൽ കൺചിമ്മാതെ നോക്കുക, അങ്ങനെ നോക്കി നിന്നു. ലേക്കിൻ അഗ്ലേ ദിൻ ഗഡ്ബഡ് ഹുയി, പക്ഷേ അടുത്ത ദിവസം എന്തോ ഒരു ക്രമക്കേടുണ്ടായി. ഗഡ്ബഡ് ഹുയി, ഒരു കുഴപ്പം ഉണ്ടായി. സേഠ് ജീനെ ഹീരാ സിംഗ് കോ ബുലാക്കർ കഹ, സേഠ് ജി ഹീരാ സിംഗിനെ വിളിച്ചിട്ട് പറഞ്ഞു തുമ്നെ മുझे ധോക്കെ മേ ക്യോ രക്ക, നീ എന്നെ എന്തിനാണ് ചതിക്കുന്നത്, എന്തിനാണ് ചതിച്ചത്? ഗായ് സെ സവേരെ 5 സേർ ദൂത് ബി തോ നഹി ഉത്തര, പശുവിൽ നിന്ന് രാവിലെ, സവേരെ എന്ന് പറഞ്ഞാൽ രാവിലെ
5 സേർ 5 സേർ പാല് പോലും ലഭിച്ചില്ല. ഹീരാ സിംഗ് എന്തായിരുന്നു പറഞ്ഞത്? 15 സേർ അത്രയ്ക്ക് പാല് ലഭിക്കും, കാമധേനുവാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ 5 സേർ പോലും ലഭിച്ചില്ല. हीरा सिंह ने कहा, मैंने खुद 15 सेर से ऊपर दूध दूकर आपको दिया था. ഞാൻ സ്വയം 15 സേറിലധികം പാല് കറന്നിട്ട് നിങ്ങൾക്ക് തന്നിരുന്നു. സേഠ്ജിനെ കഹാ, തോ ജാക്കർ ഗായ്ക്കോ ദേഖോ, എന്നാൽ പോയിട്ട് പശുവിനെ നോക്കൂ. ഹീരാ സിംഗ് ഗായ്ക്കെ പാസ് ഗയ, പുച്കാർ കർ കഹാ, സുന്ദരിയ മേരി റുസ്വായി ക്യോ കരാത്തി ഹെ. ഹീരാ സിംഗ് അത് ചെയ്തു, പശുവിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അതിനെ ഇങ്ങനെ ഓമനിച്ചുകൊണ്ട് പറഞ്ഞു. പുച്കാർക്കർ എന്ന് പറഞ്ഞാൽ ഓമനിച്ചുകൊണ്ട്, അതിനെ ലാളിച്ചുകൊണ്ട് ഇങ്ങനെ തലോടിക്കൊണ്ട് പറഞ്ഞു, സുന്ദരിയ മേരി റുസ്വായി ക്യോ കരാത്തി ഹെ. റുസ്വായി എന്ന് പറഞ്ഞാൽ അപമാൻ. എന്നെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്, എന്നെ ഇങ്ങനെ താഴ്ത്തുന്നത്, ആളുടെ ഇടയിൽ തരം താഴ്ത്തുന്നത് എന്തിനാണ്, അപമാനിക്കുന്നത് എന്തിനാണ്? ഗായിനെ മോ ഊപ്പർ ഉഠായ മാനോ പൂച്ച് രഹിയോ. അപ്പോൾ പശു ഒന്ന് മുഖം ഉയർത്തി. എന്താണ് കണ്ടാൽ തോന്നുക? മാനോ പൂച്ച് രഹിയോ, ഇങ്ങനെ ചോദിക്കുന്നത് പോലെ തോന്നും. ബോലോ മുझे ക്യാ കർണ ഹെ, പറയോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന രീതിയിൽ പശു മുഖം ഇങ്ങനെ ഉയർത്തി. ഹീരാ സിംഗിനെ ഗോസി സെ കഹ, ഹീരാ സിംഗ് ഗോസിയോട് പറഞ്ഞു, ബാൾട്ടി ലാവോ, ബക്കറ്റ് കൊണ്ടുവരൂ, അതായത് പാല് കറക്കാനായിട്ട് ബക്കറ്റ് കൊണ്ടുവരൂ എന്ന് ഹീരാ സിംഗ് ആ ഗോസിയോട് പറഞ്ഞു. ഗോസിനെ കഹ, മേ തോ പെഹലെ ഹി ധൂ ചുക്കാ ഹൂം, ഞാൻ ആദ്യമേ കറന്നു കഴിഞ്ഞു, പാല് കറന്നു കഴിഞ്ഞു. ഗോസി പറഞ്ഞു. പർ തും ബാൾട്ടി തോ ലാവോ, ഹീരാ സിംഗ് ബോല, ഹീരാ സിംഗ് പറഞ്ഞു, പക്ഷെ നീ ബക്കറ്റ് ഒന്ന് കൊണ്ടുവരൂ. ഉസ്കെ ബാദ് 13.5 സേർ ദൂത് ഉസ്കെ തലേ സെ തോൽക്കർ ഹീരാ സിംഗിനെ ഗോസി കോ ദേ ദിയ. ഉസ്കെ ബാദ് അതിനുശേഷം ഗോസി ബാൾട്ടി കൊണ്ടുവന്നതിന് ശേഷം ഹീരാ സിംഗ് 13.5 സേർ 13.5 സേർ പാല് കറന്നിട്ട് ഹീരാ സിംഗ് ഗോസിക്ക് കൊടുത്തു. കഹ, യഹ് ദൂത് സേഠ്ജിക്കോ ദേ ദേന, ഈ പാല് സേഠ്ജിക്ക് കൊടുത്തോളൂ. ഫിർ ഗായ്ക്ക് ഗലെ പർ സിർ രഖ് കർ ബോല, എന്നിട്ട് പശുവിൻ്റെ കഴുത്തിൽ തല വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സുന്ദരിയ ദേഖ് മേരി ഓച്ചി മത്ത് കർണ, സുന്ദരിയ നോക്ക്, നീ എന്നെ ഓച്ചി മത്ത് കർണ, അതായത് നീ എന്നെ, ഓച്ചി എന്ന് പറഞ്ഞാൽ ബേസതി, നീ എന്നെ തരം താഴ്ത്തരുത്, എന്താ പറയുക, അപമാനിക്കരുത്. മേ ദൂർ ഹൂ തോ ക്യാ ഇസ്മേ മുझे സുഖ് ഹെ, ഞാൻ ദൂരെയാണെങ്കിൽ എന്താ, ഇതിലെനിക്ക് സുഖമാണ്, സന്തോഷമാണ്. ഗായ് മൂ ചുക്കായെ വൈസേ ഹി ഖടി രഹി, പശു എന്ത് ചെയ്തു? മുഖം താഴ്ത്തിക്കൊണ്ട് അങ്ങനെ തന്നെ നിന്നു. ദൂസരേ ദിൻ ഫിർ വഹി ഹുവ, അടുത്ത ദിവസവും അങ്ങനെ തന്നെ സംഭവിച്ചു. ലാഖ് കോശിഷ് കെ ബാദ് ബി ഗായിനെ പൂരാ ദൂത് നഹി ദിയ, ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടും പശു മുഴുവൻ പാലും തന്നില്ല. സേഠ്ജിനെ ഹീരാ സിംഗ് കോ ബുലാകർ ഗഹ, സേഠ്ജി ഹീരാ സിംഗിനെ വിളിച്ചിട്ട് പറഞ്ഞു, ക്യോ ഹീരാ സിംഗ് യേ ക്യാ ഹെ, എന്താണ് ഹീരാ സിംഗ്, ഇതെന്താണ്? യേ തോ സരാസർ ധോക്കാ ഹെ, ഇത് വെറും ചതി തന്നെയാണ്, കേവലം ചതി തന്നെയാണ്. സരാസർ ധോക്കാ ഹെ, ഇത് കേവലം ചതി തന്നെയാണ്. ഹീരാ സിംഗ് ചുപ് രഹ, ഹീരാ സിംഗ് മിണ്ടാതെ നിന്നു. സേഠ്ജിനെ കഹ, ഏസാ ഹി ഹെ തോ ലേ ജാओ അപ്നി ഗായ് ഓർ മേരെ റുപ്പയ വാപസ് കരോ, അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ പശുവിനെ കൊണ്ടുപോയിക്കോളൂ, എന്നിട്ട് എൻ്റെ പണം തിരിച്ചു തരൂ. വാപസ് കരോ അതായത് തിരിച്ചു തരൂ. ലേക്കിൻ റുപ്പേ ഹീരാ സിംഗ് ഗാവ് ബേജ് ചുക്കാത്ത, പക്ഷേ ഹീരാ സിംഗ് ആ ലഭിച്ച പണം ഗ്രാമത്തിലേക്ക് അയച്ചു കഴിഞ്ഞിരുന്നു. ബേജ് ചുക്കാത്ത അയച്ച് കഴിഞ്ഞിരുന്നു. ഉസ്മേ സെ കാഫി റുപ്പയ മക്കാൻ കി മരമ്മത്ത് മേ ലഗാ ഗയാത്ത, അതിൽ നിന്ന് ഒരുപാട് പണം കെട്ടിടത്തിൻ്റെ മരമ്മത്ത്, റിപ്പയറിന് വേണ്ടിയിട്ട്, മരമ്മത്ത് എന്ന് പറഞ്ഞാൽ റിപ്പയർ, നന്നാക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് അത് ചിലവായി കഴിഞ്ഞിരുന്നു. അബ് സേഠ്ജി കോ ദേനെ കെ ലിയെ റുപ്പയെ കഹാ സെ ലായെ, ഇനി സേഠ്ജിക്ക് കൊടുക്കാൻ പണം എവിടെ നിന്ന് കൊണ്ടുവരും? ഉസേ ചുപ്പ് ദേഖ് സേഠ്ജി ബോല, അച്ഛ തൻക്വാ മേ സെ രക്കം കട്ടി ജായേഗി. അപ്പം ഹീരാ സിംഗ് മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ സേഠ്ജി എന്ന് പറഞ്ഞു, ശരി, ഞാൻ നിൻ്റെ ശമ്പളത്തിൽ നിന്ന് ആ രൂപ അങ്ങ് അത് കുറയ്ക്കും, ശമ്പളത്തിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. ജബ് പൂരി ഹോ ജായേഗി തോ അപ്നി ഗായ് ലേ ജാന, അത് കംപ്ലീറ്റ് ആകുമ്പോൾ നീ നിൻ്റെ പശുവിനെ കൊണ്ടുപോയിക്കോളൂ. അഗ്ലേ ദിൻ സവേരെ ബഹുത് സാ ദൂത് ട്യോടി മേ ബിക്രാ ഹുവാ ഥ, അടുത്ത ദിവസം രാവിലെ
ബഹുത് സാ ദൂത്, ഒരുപാട് പാല് ആ പൂമുഖത്ത് മെയിൻ ഗേറ്റിൻ്റെ അവിടെ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്സെ പെഹലി ഷാം ഗായ് നെ ദൂത് ദേനെ സെ ബിൽക്കുൽ ഇൻകാർ കർ ദിയാ താ, അതിൻ്റെ തലേ ദിവസം വൈകുന്നേരം പശു പാല് തരുന്നതിൽ ബിൽക്കുൽ ഇൻകാർ കർ ദിയാ താ, അതായത് വിസമ്മതിച്ചിരുന്നു, നിരസിച്ചിരുന്നു, പാല് തന്നിരുന്നില്ല, അധിക ദൂത് ലഭിച്ചിരുന്നില്ല. സേഠ്ജിനെ പൂച്ച ഹീര യഹ് ക്യാ ബാത് ഹെ, സേഠ്ജി ചോദിച്ചു ഹീര സിംഗ് ഇതെന്താണ് കാര്യം. ഹീര സിംഗ് സിർ ജുഗാകർ രഹ ഗയ, ഹീര സിംഗ് തല കുനിച്ചിട്ട് നിന്നു. ഫിർ ഉസ്നെ പൂച്ച രാത് ഗായ് ഖുലി തോ നഹീ രഹ ഗയി തീ, പിന്നെ ഹീര സിംഗ് ചോദിച്ചു രാത്രി പശുവിനെ തുറന്നിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ പിസ്കി ഖബർ തോ ലീജിയെ, നിങ്ങളിതൊന്ന് അന്വേഷിക്കൂ, പശുവിനെ കെട്ടഴിഞ്ഞു പോയിരുന്നോ എന്നൊന്ന് അന്വേഷിക്കൂ. ഘോസിക്കോ ബുലാക്കർ പൂച്ച ഗയാത്തോ ഉസ്നെ കഹ, ഘോസിയെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൽ രാത് മേനെ ഗായ്ക്കോ ഖുദ് ഖൂണ്ടെ സെ ബാന്ധാത്ത, ഇന്നലെ രാത്രി ഞാൻ പശുവിനെ സ്വയം തന്നെ ഖൂണ്ടെ സെ ബാന്ധാത്ത, അതായത് കുറ്റിയിൽ കെട്ടിയിരുന്നു. ഖൂണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഖൂണ്ട എന്ന് പറഞ്ഞാൽ ഇതാണ് ഖൂണ്ട, മരത്തിൻ്റെ തടിയുടെ ചെറിയ കഷ്ണം ഇങ്ങനെ മണ്ണിൽ അടിച്ചിറക്കിയിട്ട് ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കെട്ടിയിടില്ലേ, ഇതിനാണ് ഖൂണ്ട എന്ന് പറയുന്നത്, കുറ്റി എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇന്നലെ കെട്ടിയിട്ടതായിരുന്നല്ലോ എന്ന് ഘോസി പറഞ്ഞു. ഹീര സിംഗ് നെ കഹ നഹി ഏസാ നഹി ഹോ സക്ത, ഹീര സിംഗ് പറഞ്ഞു ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ഗായ് രാത് കോ ആകർ ട്യോടി മേ ഖടി രഹി ഹെ ഓർ അപ്നാ ദൂത് ഗിരാ ഗയി ഹെ, പശു രാത്രി പൂമുഖത്ത് വന്നിട്ട് മെയിൻ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് നിന്നിട്ടുണ്ട്. ഖടി രഹി ഹെ ഓർ അപ്നാ ദൂത് ഗിരാ ഗയി ഹെ, എന്നിട്ട് അതുകൂടാതെ പാല് അവിടെ വീഴ്ത്തിയിട്ടുമുണ്ട്. ഗിരാ ഗയി ഹെ, ദൂത് ഗിരാ ഗയി ഹെ എന്ന് പറഞ്ഞാൽ പാൽ ചുരത്തുക എന്ന അർത്ഥവുമുണ്ട്, അവിടെ പാല് വീഴ്ത്തിയിട്ടുണ്ട്. സേഠ്ജി ബോലെ ഏസി മസ്നൂയി ബാത്തെ ഔറോസെ കഹന, സേഠ്ജി പറഞ്ഞു ഏസി മസ്നൂയി ബാത്തെ, മസ്നൂയി എന്ന് പറഞ്ഞാൽ ബനാവട്ടി, അതായത് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങൾ, കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ. ഓരോസെ കഹന, വേറെ ആരോടെങ്കിലും പറഞ്ഞോളൂ. ജാവോ ഖബർ ലഗാവോഗി വ കോൺ ആദ്മി ഹെ ജിസ്കി കർത്തൂത്ത് ഹെ, പോയിട്ട് അത് കണ്ടുപിടിക്കൂ. ഖബർ ലഗാവോ, അത് കണ്ടുപിടിക്കൂ. വ കോൺ ആദ്മി ഹെ, ആരാണിത് ചെയ്തത്. ജിസ്കി കർത്തൂത്ത് ഹെ, ആരുടെ പണിയാണ്, ആരാണിത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കൂ. ഹീര സിംഗ് ചുപ് ചാപ്പ് അപ്നി കോട്ടറി മേ ജാക്കർ ലുടക്ക് ഗയ, ഹീര സിംഗ് മിണ്ടാതെ തൻ്റെ റൂമിലേക്ക് പോയിട്ട് അവിടെ കിടന്നു. കോട്ടറി മേ എന്ന് പറഞ്ഞാൽ റൂമിൽ, ചെറിയ റൂമിൽ, ജാക്കർ പോയിട്ട് ലുടക്ക് ഗയ എന്ന് പറഞ്ഞാൽ കിടന്നു എന്ന അർത്ഥവുമുണ്ട്, ഉരുളുക, വീഴുക എന്ന അർത്ഥമൊക്കെയുണ്ട്. കബ് ആഖ് ലഗി കുച്ച് പത്താ നഹി, എപ്പോഴാണ് ഉറക്കം വന്നത് അറിയില്ല, ഒന്നും അറിയില്ല. രാത് കോ അചാനക് ലഗാക്കി ദർവാജയ്ക്ക് ഓർ സെ രഗഡ്ക്കി ആവാസ് ആയി, രാത്രിയിൽ പെട്ടെന്ന് തോന്നി ദർവാജയ്ക്ക് ഓർ സെ, വാതിലിൻ്റെ അടുത്ത് നിന്ന് രഗഡ്ക്കി ആവാസ് ആയി, ഒരു ഉരസലിൻ്റെ ശബ്ദം കേട്ടതുപോലെ തോന്നി. ഉട്കർ ദർവാജ ഖോല, എഴുന്നേറ്റിട്ട് വാതിൽ തുറന്നു. ദേക്ക സുന്ദരിയ ഖടി ഹെ, കണ്ടു സുന്ദരി അവിടെ നിൽപ്പുണ്ട്. ഹീര സിംഗ് കണ്ടു. മുँह ऊपर उठाकर സുന്ദരിയ ഉസെ അപരാധി കി ആँखों से देख रही थी, തല ഉയർത്തിയിട്ട് മുഖമുയർത്തിയിട്ട് സുന്ദരിയ അദ്ദേഹത്തെ ഒരു അപരാധി എന്ന നിലയിൽ നോക്കുകയാണ്. മാനോ ക്ഷമായാചന കർ രഹി ഹോ, ക്ഷമ ചോദിക്കുന്ന രീതിയിലാണ് മുഖമുയർത്തിയിട്ട് നോക്കുന്നത്. ജേസെ കഹത്തി ഹോ, ഇങ്ങനെ പറയുന്നത് പോലെയാണ് സുന്ദരിയെ നോക്കുന്നത്. മേ അപരാധിനി ഹോ, ഞാൻ അപരാധിനിയാണ്. ലേക്കിൻ മുജെ ക്ഷമാ കർ ദേന, പക്ഷെ എന്നോട് ക്ഷമിക്കണം. മേ ബഡി ദുഃഖിയാ ഹോ, ഞാൻ വളരെ ദുഃഖിതയാണ് എന്ന് പറയുന്ന രീതിയിലാണ് സുന്ദരിയ മുഖമുയർത്തിയിട്ട് നോക്കുന്നത്. ദേഖ് കർ ഹീര സിംഗ് വിഹ്വൽ ഹോ ഉട്ട, അത് കണ്ടപ്പോൾ ഹീര സിംഗ് ആകെ ദുഃഖിതനായി. വിഹ്വൽ ഹോ ഉട്ട, വിഹ്വൽ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ അല്ലെങ്കിൽ വ്യാകുലൻ, ദുഃഖിതനായി. ഉസ്കെ ആസു റോക്കെ ന റുക്കെ, അപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. ആസു റോക്കെ ന റുക്കെ, അതായത് കണ്ണുനീര് നിന്നില്ല, അതായത് കരയാനായിട്ട് തുടങ്ങി. വ സുന്ദരിയാക്കി ഗർദൻ സെ ലിപ്പട്ട് ദേർ തക് സിസക്ത രഹ, അദ്ദേഹം സുന്ദരിയുടെ കഴുത്തിനോട് ഇങ്ങനെ കഴുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ദേർ തക്, വളരെ നേരം വരെ, സിസക്ത രഹ, അതായത് സിസക്ന എന്ന് പറഞ്ഞാൽ
തേങ്ങിക്കരയാനായിട്ട് തുടങ്ങി. അഗ്ലേ സവേരെ ഉസ്നെ സേഠ് ജി സെ കഹാ, ആപ് മുझसे जितने महीने चाहे कसकर चाकरी करवाए, पर गाय आज ही यहाँ से गाँव चली जाएगी. അഗ്ലേ സവേരെ, അടുത്ത ദിവസം രാവിലെ ഹീരാ സിംഗ് സേഠ്ജിയോട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കൊണ്ട് എത്ര മാസം വേണമെങ്കിലും, ചാഹെ കസ്കർ ചാക്കരി കർവായെ, ചാക്കരി കർവാന എന്ന് പറഞ്ഞാൽ നോക്കരി കർവാന, അതായത് ജോലി ചെയ്യിപ്പിക്കുക. കസ്കർ ചാക്കരി കർവായ എന്ന് പറഞ്ഞാൽ വളരെയധികം എന്നെക്കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കുകയാണെങ്കിലും, പർ ഗായ് ആജ് ഹി യാസെ ഗാവ് ചലി ജായകി, പശു ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് പോകും. റുപേ ജബ് ആപ്കെ ചുക്താ ഹോ ജായേ മുझसे കഹ ദീജിയേഗ. റുപേ ജബ് ആപ്കെ ചുക്താ ഹോ ജായേ, നിങ്ങളുടെ പണം വീട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ കടം വീട്ടിക്കഴിഞ്ഞാൽ മുझसे കഹ ദീജിയേഗ, എന്നോട് പറയണം. തബ് മേ ബി ചുട്ടി കർ ലൂങ്ക, അപ്പോൾ ഞാനും ഈ ജോലി ഒഴിവാക്കിയിട്ട് പോകും. और सेठ जी कुछ कहे इससे पहले ही हीरा सिंह गाय को लेकर चल दिया. സേഠ് ജി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ, അതിന് മുന്നേ തന്നെ ഹീരാ സിംഗ് പശുവിനെയും കൂട്ടി പോയി.